ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അമ്മയും മോളും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ നമ്മുടെ അലീനയെ പ്രാകുന്നത് കേട്ടപ്പോൾ ഇതിൻ്റെ നാക്ക് പുഴുത്തു പോകുമെന്ന് അമ്മ പറഞ്ഞു. അമ്മ എന്നാത്തിനാ എന്നെ ഇങ്ങനെ പ്രാകുന്നേ? അവളല്ലേ എൻ്റെ ജീവിതം തകരാനുള്ള നാരായവേരെന്ന് ചോദിക്കുമ്പോൾ അവളല്ല നിൻ്റെ ജീവിതം തകരാനുള്ള നാരായവേര്, അത് നിൻ്റെ നാവ് തന്നെയാണെന്നൊക്കെ അമ്മ പറയുന്നു. ഞാനെന്തിനാ അമ്മയുടെ വാലിയിരിക്കുന്നത് കേൾക്കുന്നത്? ഞാൻ യാത്ര പറയാൻ വന്നതാ. നീ പോ, ചെന്ന് അവിടെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കുക. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കണേന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ അമ്മ പറയുമ്പം അമ്മയുടെ ഉപദേശത്തിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ അങ്ങ് തികഞ്ഞിരിക്കുവാണെന്നും പോട്ടെ എന്നും പറഞ്ഞ് വൈജ അവിടെ നിന്ന് ഒരു പോക്കും അങ്ങ് പോയി. അങ്ങനെ പോകാൻ തുടങ്ങിയ വൈജ തിരിഞ്ഞ അമ്മയോട്, ദേ ഇടയ്ക്ക് വരാം, ഞാനല്ലേ ഉള്ളല്ലോ, നേരെ വേണം നോക്കണമെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വൈജ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ. അമ്മ ഇങ്ങനെ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അലീനയും ബാലേട്ടനും കൂടി ഇങ്ങനെ പോണു. എന്നിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് വണ്ടി ഇങ്ങനെ ബാലേട്ടൻ നിർത്തി. അപ്പോൾ അലീനയാണെങ്കിൽ എന്താ വെച്ചാൽ വണ്ടി ഇവിടെ നിർത്തിയെന്ന് ചോദിച്ചു. എത്താറായോ എന്ന് ചോദിച്ചപ്പം ഇല്ല, കുറേ ദൂരം കൂടിയുണ്ട്, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ക്ഷീണമായോ അച്ഛന്? ആ, കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് എന്ന് ബാലേട്ടൻ ഇങ്ങനെ അലീനയോട് ആ സമയത്ത് പറയാം. കുറേ നേരം ആയില്ലേ കാറിനകത്ത് ഇങ്ങനെ ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുന്നു. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയ കയ്യും കാലും നടുവൊക്കെ ഒന്ന് നിവർത്തണം, ശുദ്ധവായു ശ്വസിക്കണം, പിന്നെ ഇവിടെ ആകുമ്പോൾ നല്ല കാറ്റും ഉണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ അലീനയോട് പറയുക. അപ്പോഴും അലീന ഇങ്ങനെ ബാലേട്ടനെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അച്ഛൻ ഇറങ്ങി. അപ്പോൾ അലീന ഇങ്ങനെ അദ്ദേഹത്തെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് ഇരിക്കുന്നു. ബാലേട്ടനാണെങ്കിൽ പുറത്തിറങ്ങി എന്തോ ആലോചിച്ച് നിൽക്കും. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി അച്ഛൻ എന്തോ ആലോചിക്കുകയാണെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അലീന വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. മനോഹരമായ സ്ഥലം അല്ലേ അച്ഛാ എന്ന് അലീന ചോദിച്ചപ്പോൾ ആ അതെ. അപ്പോഴും അലീന ബാലേട്ടനെ ഇങ്ങനെ ശ്രദ്ധിക്കുക. അച്ഛൻ എന്തോ ഒന്ന് അലട്ടുന്നുണ്ടല്ലോ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അലീനയെ നോക്കി. എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. നല്ല ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അപ്പം ശരിയാ, ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ടെന്ന് അദ്ദേഹം അന്നേരം അലീനയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ കാര്യം ഓർത്തിട്ടാണോ? ആ അതെ, നിൻ്റെ കാര്യം ഓർത്തിട്ട് തന്നെയാണ്. എന്താ അച്ഛാ കാര്യമെന്ന് അലീന ചോദിക്കുമ്പോൾ അദ്ദേഹം അലീനയുടെ നേരെ നോക്കി. ഞാൻ എപ്പോഴെങ്കിലും സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അലീന ഇങ്ങനെ ആലോചിക്കുക. സ്റ്റാൻലി ഞാൻ ഓർക്കുന്നില്ലല്ലോ അച്ഛാ, ആരാ അതെന്ന് ചോദിച്ചു. അപ്പോൾ ആള് ഒരു റിട്ടയർഡ് മിലിറ്ററിയാണ്. പണ്ട് ആഗ്രയിലെ ഗംഗാധര മേനോൻ്റെ സബോർഡിനേറ്റായിട്ട് കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതിനിപ്പോൾ എന്താ, അങ്ങനെ കുറേ പേരുണ്ടാകുമല്ലോ. അക്കാലത്ത് വൈജയന്തി ആഗ്രയിൽ ബാനതിയുടെ അടുത്തേക്ക് ഹെൽപ്പിനായിട്ട് പോയിരുന്നു എന്നും എല്ലാ കാര്യങ്ങളും അലീനയോട് ബാലേട്ടൻ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് അത് കണക്റ്റായി വരാൻ തുടങ്ങി. ആ സ്റ്റാൻലി ജോസഫുമായിട്ടായിരുന്നു വൈജയന്തിയുടെ ലവ് അഫെയർ ഉണ്ടായിരുന്നതെന്നും പിന്നെ നിനക്ക് പിടികിട്ടി കാണുമല്ലേ എന്നും ചോദിച്ചു. അപ്പോഴത്തേക്ക് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഭയങ്കരമായിട്ട് ഇങ്ങനെ അലീന ടെൻഷനാവുക കേട്ടോ. അപ്പോൾ മനസ്സിലായച്ചാ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഗംഗേട്ടൻ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ മാലതേടത്തെയും മക്കളും അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പോയി. അത് മുൻകൂട്ടി കണ്ട് സ്റ്റാൻലി ജോസഫ് വൈജയന്തിക്ക് ആഗ്രയിൽ സെൻട്രൽ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് ജോലി വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ആ സ്റ്റാൻലി ജോസഫ് അത്രയ്ക്ക് സ്വാധീനമുള്ള ആളായിരുന്നോ എന്ന് അലീന ചോദിക്കുമ്പം ആർമി ഓഫീസറല്ലേ, അപ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ, ആ ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ വൈജിക്ക് പാലായിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നേനെ എന്ന കാര്യം പറയണു. അപ്പോഴും ഇതെല്ലാം കേട്ട് അലീന ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ അലീന ഇങ്ങനെ ഓരോന്നറിയാനായിട്ട് ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജോലി ഉപേക്ഷിക്കാൻ വയ്യ എന്നും പറഞ്ഞ് അവൾ ആഗ്രയിൽ തന്നെ തങ്ങുകയായിരുന്നെന്നും അവളെ നോക്കാനും കൺട്രോൾ ചെയ്യാനും ഗംഗേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. സ്റ്റാൻലി ആഗ്രയിൽ ഔട്ട്സ്കേർട്ടിൽ എവിടെയോ ഒരു വാടക വീടൊക്കെ സംഘടിപ്പിച്ചിരുന്നു. വൈജയെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബാലേട്ടൻ ഇങ്ങനെ ചിരിക്കുകയോ കഥയൊക്കെ അലീനയോട് പറഞ്ഞിട്ട്. അപ്പം ലീവിങ് ടുഗദർ. അപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ കാര്യങ്ങൾ ഏകദേശമൊക്കെ കണക്ക് കൂട്ടി അലീനയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അലീന ആ കാര്യത്തിലേക്ക് വരുന്നുമുണ്ട്. അവർ ഒന്നിച്ചങ്ങനെ കഴിയുമ്പോൾ കൊല്ലപ്പള്ളിക്കാരെങ്ങനെയോ ഈ ഒരു വിവരം അറിഞ്ഞു. ആരോ ഒറ്റ കൊടുത്തതായിരുന്നു. സ്റ്റാൻലി ജോസഫ് അവധിയെടുത്ത് നാട്ടിലേക്ക് പോയ തക്കം നോക്കി കൊല്ലപ്പള്ളി വീട്ടുകാർ ആഗ്രയിൽ ചെന്ന വൈജയെ കയ്യോടെ പിടികൂടി കാറിൽ കയറ്റി നാട്ടിലേക്ക് കൊണ്ടുപോയി. അതൊന്നും സ്റ്റാൻലി ജോസഫ് അറിഞ്ഞില്ലേ എന്ന് അലീന ചോദിച്ചു.
അന്നും മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നില്ല, അമ്മ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാം. സ്റ്റാലിൻ വിവരം അറിഞ്ഞപ്പോഴേക്കും വൈജ വീട്ടുകാർ കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു എന്ന് അലീനയോട് പറയാം. അതിനുശേഷം പിന്നെ സ്റ്റാലിൻ വൈജയെ കണ്ടിട്ടില്ല എന്ന്. പാലായിൽ വന്ന് തിരക്കിയാൽ മതിയായിരുന്നല്ലോ, അറിയാമായിരുന്നല്ലോ. അതെല്ലാം അയാൾ നോക്കി. പക്ഷെ വൈജ അവര് എവിടെയോ ഒളിവിൽ പാർപ്പിച്ചു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഫോണും മറ്റു കോണ്ടാക്ട്സും എല്ലാം കട്ട് ചെയ്തു. ഒരു കമ്മ്യൂണിക്കേഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ബാലേട്ടൻ ഇങ്ങനെ അലീനയോട് പറയും. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അലീന ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ ഒരു സമയത്ത് വൈജയന്തി പൂർണ്ണ ഗർഭിണി ആയിരുന്നു എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. അപ്പോഴത്തേക്ക് അലീനയുടെ കണ്ണിങ്ങനെ തുറച്ചിങ്ങനെ വരികയാണ്. എന്നിട്ട് ബാലനെ ഇങ്ങനെ അന്തമിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. സ്റ്റാലിൻ ആരോട് പറഞ്ഞു? എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലീന ഞെട്ടി. അച്ഛാ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. ബാലൻ എന്നൊരു അലീനയെ തന്നെ ഇങ്ങനെ നോക്കി. ഞാൻ അയാളെ തിരക്കി പിടിച്ച് സത്യാവസ്ഥകളെല്ലാം അന്വേഷിച്ചറിഞ്ഞു എന്നും ബാലേട്ടൻ പറയുമ്പോൾ അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ നേരിട്ട് കണ്ടെന്നോ? എനിക്ക് വിവരങ്ങൾ അറിയണ്ടേ മോളെ എന്ന് ബാലേട്ടൻ അലീനയോട് ചോദിക്കുക. അലീനയാണെങ്കിൽ നെഞ്ചു പൊട്ടി കരയുന്നു. അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ട് എന്തു പറഞ്ഞു അച്ഛാ? അപ്പോൾ എല്ലാം പറഞ്ഞു. എല്ലാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നിങ്ങളൊരിക്കൽ പ്രേമിക്കുകയും കൂടെ പാർപ്പിക്കുകയും അത് പിന്നീട് വിട്ടുകളയുകയും ചെയ്ത പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വന്ന ഹതഭാഗ്യവാനായ ആൾ ഞാനാണെന്ന് എനിക്ക് പറയേണ്ടി വന്നു എന്ന് അദ്ദേഹം അലീനയോട് പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി ജനിപ്പിച്ച മകളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തത് ഞാനാണെന്നും ഞാൻ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന ഭയങ്കര കരച്ചിൽ. അലീന എന്നിട്ട് ബാലൻ്റെ നേരെ അങ്ങ് ചെന്നു. അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ചു ഭയങ്കര കരച്ചിൽ. അപ്പം എല്ലാം അയാൾ അറിയണ്ട മോളെ. ഈ ജന്മത്തിലല്ലേ എല്ലാം പറയാനും അറിയാനും ഒക്കെ പറ്റത്തുള്ളൂ അല്ലേ? ഈ ഭൂമിയിൽ വെച്ച് തന്നെ അത് പറയണ്ടേ? വേണ്ടേ എന്ന് ബാലേട്ടൻ ചോദിക്കുമ്പോൾ അലീന ഒന്നും ഉണ്ടാവുമെന്ന് കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കാം. ആ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് അലീന പറയാണ്. അപ്പോൾ എൻ്റെ പപ്പയാ എന്ന് കരഞ്ഞുകൊണ്ട് പറയുക. അല്ലേ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ അതെ. ബാലേട്ടൻ ഒരു ദീർഘ നിശ്വാസമൊക്കെ വിട്ടിങ്ങനെ അലീനയുടെ അടുത്ത് നിൽക്കുകയാണ്. അലീനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലും. അങ്ങനെ അച്ഛനും മോളും കൂടി കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പിന്നെ നമ്മളിപ്പോൾ പോകുന്നതും ആ വീട്ടിലേക്ക് തന്നെയാണ്, സ്റ്റാൻലിയുടെ വീട്ടിലേക്ക്. അപ്പോൾ അലീന ഇങ്ങനെ ആകെ വല്ലാത്തൊരിതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. പാതി വഴിയിലെത്തിയപ്പോഴില്ല സത്യങ്ങളിൽ അലീനയാണെങ്കിലും അറിയുന്നത്. അങ്ങനെ ആകെ വല്ലാത്തൊരിതിൽ അയാളാണ് കുളത്തൂർ പുഴയിലെ പ്ലാന്റർ. അയാൾ നിന്നെ ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യവും അലീനയോട് ബാലേട്ടൻ പറയുന്നു. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ അലീന ഇങ്ങനെ വിങ്ങി പൊട്ടി ഒരു അഗ്നി പർവ്വതം പോലെ ഇങ്ങനെ നിൽക്കുക. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടാം, എപ്പോൾ വേണമെങ്കിലും അത് എല്ലാം നശിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ എല്ലാ കാര്യങ്ങളും അലീനയോട് പറയുന്നു. അതിനുശേഷം ബാലേട്ടൻ അങ്ങ് പോയി. അലീന അവിടെ നിന്ന് ചങ്ക് പൊട്ടി കരയാം. പിന്നെ കാണിക്കുന്നത് വൈജയെ പാക്ക് ചെയ്യാണ് അവിടെ ശിവനും മയവും കൂടി. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നു. നീ ഇടയ്ക്ക് വരാം എന്നിങ്ങനെ വൈജ കമലയോട് പറയുമ്പം നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നൊന്നും ഇല്ല വൈജ, ഞാൻ ഇടയ്ക്ക് നിന്നെ കാണാനേ അങ്ങോട്ടേക്ക് വരാം. അത് ശരിയാ, കമലയിടത്തിൽ കൂടെ വരുമായിരുന്നെങ്കിൽ എനിക്കൊരു ബലമായിരുന്നു. അവിടെ നിന്റെ മകനുണ്ട്, നീ ആദ്യം അവരുടെ കാര്യങ്ങൾ പോയി നോക്കാൻ പറഞ്ഞു ഗംഗേട്ടൻ. പിന്നെ ബാലചന്ദ്രനുമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ നോക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നു. ഗംഗേട്ടൻ ഇപ്പോഴും അയാളുടെ സൈഡാ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞു വൈജ. നീ എന്നാ വൈജയെ കൊണ്ട് വിട്ടിട്ട് വരണം. ഞാനാണോ കൊണ്ടുവിടണേ? ഞാനോർത്തു നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും എന്ന്. അപ്പം ഞങ്ങൾ ബാലചന്ദ്രനുള്ളപ്പോൾ പൊക്കോളാമെന്ന് പറഞ്ഞു ഗംഗേട്ടൻ. നിനക്ക് വർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ കൊണ്ട് വിട്ടോളാം. വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട മനു, ഇനിയിപ്പോൾ ഇവൻ്റെ ആൾക്കാരും അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് വൈജ പറഞ്ഞപ്പോൾ എന്തോന്ന് ആൻറ്റി ഇത്, ഞാൻ പറഞ്ഞല്ലേ കൊണ്ടുവിടാമെന്ന്. ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു നമ്മുടെ മനു വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുക വൈജ. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ വിളിച്ചേക്കണേ വൈജയെന്ന് ഗംഗേട്ടൻ. പിന്നെ പറഞ്ഞ കാര്യം മറന്നു പോകരുത്, നീ പറഞ്ഞതുപോലെ അലീന അവിടെ നിന്ന് പോയി. ഇനി ആ പേരിലൊരു പ്രശ്നം ആ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന്
ഗംഗേട്ടൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഗംഗേട്ടനെ തുറച്ചു നോക്കി ഒന്ന് പേടിപ്പിച്ചിട്ട് നമ്മുടെ വൈജത്തമ്പുരാട്ടി കയറി പോവാണ് വണ്ടിയിൽ. കമലയാണ് യാത്രയാക്കാനൊക്കെ ഭയങ്കര ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്നത്. അപ്പോൾ അതേ ഗംഗേട്ടൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ഗംഗേട്ടൻ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാകണമെങ്കിൽ ബാലേന്ദ്രൻ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നമെന്നോ? എന്നതെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്? ഈ ഗംഗേട്ടൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിവേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറിപ്പോയി. കമലയും പിന്നാലെ പോയി. ഗംഗേട്ടൻ ഇങ്ങനെ അവിടെ ആകെ തീ തിന്ന് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന അലീനയാട്ടോ. അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ബാലേട്ടൻ ഒരു കുപ്പി വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. കുറേ നേരം കായലിലേക്ക് നോക്കി അലീന ഇങ്ങനെ അവിടെ നിന്നു. അപ്പോൾ ബാലേട്ടൻ അലീനയുടെ അടുത്തേക്ക് വന്നു. നമുക്ക് പോവണ്ടേന്ന് ചോദിച്ചു. അലീന ഇങ്ങനെ നിന്നാൽ മതിയോ? മുഖം കഴുകുക എന്നും പറഞ്ഞിങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് മുഖം കഴുകാൻ കൊടുത്തു. ആ സമയത്ത് നിനക്ക് സാമാന്യബോധത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ലേ, ഒരമ്മ മാത്രമല്ല ഒരച്ഛനും ഉണ്ടാകും എവിടെയെങ്കിലും എന്ന്. സ്റ്റാൻലി ജോസഫ് അല്ലെങ്കിൽ മറ്റൊരാൾ. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട്, അച്ഛൻ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഒന്നും. പറയായിരുന്നു എന്നോടെന്ന് അലീന ഇങ്ങനെ പറയാം കരഞ്ഞുകൊണ്ട്. ഒരു സൂചന പോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? നീ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ച് പോകുമായിരുന്നോ എന്ന് ചോദിച്ചു. ആ പേര് മാത്രം അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാണെന്ന് ബാലേട്ടൻ ചോദിക്കുക. അപ്പോൾ അലീന ഇങ്ങനെ ബാലേട്ടനെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുന്നു. അലീനയ്ക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര വിഷമം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിനക്ക് എങ്ങോട്ടെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് പോയേ പറ്റൂ എന്നൊരവസ്ഥ വന്നപ്പം ഞാൻ നിൻ്റെ അച്ഛനെ തന്നെ കണ്ടുപിടിച്ച് തന്നില്ലേ എന്ന് ബാലേട്ടൻ അലീനയോട് ചോദിക്കുക. അയാളെ കൊണ്ട് മകളെ സ്വീകരിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. അത് ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? നീ അനാഥയായി പോകരുത് എന്ന് വിചാരിച്ചിട്ടാണെന്ന് ബാലേട്ടൻ പറഞ്ഞു. നിനക്ക് സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്നും അദ്ദേഹം അലീനയോട് പറയുക. ഇത്രയൊക്കെ ചെയ്ത് എന്നോട് നീ ഒരു നല്ല വാക്ക് പറയല്ലേ വേണ്ടതെന്ന് ബാലേട്ടൻ ചോദിച്ചു. എനിക്ക് എന്ത് മാധുര്യം മോളെ ഇതൊക്കെ ചെയ്യാനായിട്ടുള്ളതെന്നും ബാലേട്ടൻ അലീനയോട് ചോദിച്ചു കേട്ടോ. അപ്പം സോറി അച്ഛാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടം. അച്ഛനെല്ലാം അറിയാമായിരുന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സങ്കടം തോന്നി എന്ന് അലീന ബാലേട്ടനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്നു. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നീ പറഞ്ഞു, നമുക്കിപ്പം തന്നെ തിരിച്ചു പോകാം എന്ന് ബാലേട്ടൻ അലീനയോട് പറഞ്ഞപ്പോൾ ഞാൻ സോറി പറഞ്ഞില്ലേ അച്ഛാ എന്ന് അലീന ഇങ്ങനെ പറയാം. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മോളെ, അത് ഒരിക്കലും ചെയ്യുകയില്ല എന്ന് ബാലേട്ടൻ അലീനയോട് പറയാം. അലീന എല്ലാം കഴിഞ്ഞപ്പോൾ ബാലേട്ടനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടപ്പോൾ ബാലേട്ടനെ സഹിച്ചില്ല. ഇപ്പം തന്നെ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞതേ അവിടെ ചെല്ലുമ്പോൾ നിനക്കൊരു ഞെട്ടലോ മനപ്രയാസമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് നീ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം അലീനയോട് പറഞ്ഞു. അല്ലെങ്കിൽ നിന്നെ അവിടെ എത്തിച്ചിട്ട് മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, ഇതാണ് നിങ്ങളുടെ മകൾ, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി, എൻ്റെ ഉത്തരവാദിത്തം തീർന്നു എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചു പോരാ. ഇപ്പോഴും അലീന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. നിനക്ക് കാര്യങ്ങൾ ബോധ്യമാകാനും അതനുസരിച്ച് മനസ്സൊരുക്കാനും വേണ്ടിയിട്ടുള്ള സമയം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ അലീനയോട് പറഞ്ഞു. അത് നീ മനസ്സിലാക്കണമെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടം അലീനയ്ക്ക്. കാരണം പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റാത്തൊരിത്. നീ വാ എന്നും പറഞ്ഞ് ബാലേട്ടൻ എന്നിട്ട് അലീനയുടെ കൈ പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെ അച്ഛനും മോളും കൂടെ വണ്ടിയിൽ കയറി അവർ കുളത്തൂർ പുഴ ലക്ഷ്യം വെച്ച് പോകാനായിട്ട് ഒരുങ്ങുന്നു. വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോഴും അലീന ഭയങ്കര കരച്ചിൽ. എൻ്റെ പപ്പയുടെ അടുത്തേക്കാണല്ലോ പോകുന്നതെന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്തൊരു പേടി പോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ പറഞ്ഞു. അപ്പം നീ അതോർത്ത് സമാധാനിക്കുകയല്ലേ വേണ്ടത് എന്ന് അലീനയോട് ബാലേട്ടൻ ചോദിക്കുക. അലീനയ്ക്ക് അന്നേരം പറയാൻ പറ്റുന്നില്ല. വെറുതെ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല എന്ന് അലീന പറയൂ കേട്ടോ. ഞാൻ ജോലി ചെയ്യാൻ പോവുകയാണല്ലോ, എൻ്റെ ജോലി നന്നായിട്ട് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ കരുതുമായിരുന്നു എന്നും ഇതിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് പോലെ തോന്നുകയാണെന്ന് പറഞ്ഞു. അപ്പം എന്ത് പ്രശ്നങ്ങളാണെന്ന് ബാലേട്ടൻ ചോദിച്ചു കേട്ടോ. അത് അച്ഛാ, ആ സ്റ്റാൻലി ജോസഫിന് അറിയാം ഞാൻ സ്വന്തം മകളാണെന്ന്. അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ അറിയിച്ചു, പറയണ്ടേ പിന്നെ. അദ്ദേഹം അത് വിശ്വസിച്ചോ? അപ്പോൾ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് സ്നേഹം ഉണ്ടാവുമോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ബാലേട്ടന് ഭയങ്കര സങ്കടമായി. വെറും ഒരു
ഹൗസ് ഓണർ മാത്രമായിരുന്നുവെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഒരച്ഛൻ മകളെ വേണ്ടതുപോലെ സ്നേഹിച്ചില്ല എങ്കിൽ അത് സങ്കടമാവില്ലേ എന്ന് അലീന ബാലേട്ടനോട് പറയുമ്പോൾ ആ മനുഷ്യനൊന്നും പറയാനില്ല. അദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക. ആ വീട്ടിൽ ഒരു മകളുടെ സ്ഥാനം എനിക്ക് കിട്ടുമോ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്കും ബാലേട്ടൻ ഇങ്ങനെ ദയനീയമായിട്ട് അലീനയെ നോക്കുക. കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമം വരുമെന്ന് അലീന ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ബാലേട്ടൻ ഭയങ്കരമായിട്ട് നെർവസായി. അലീന ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അത്രയ്ക്കൊന്നും ബാലേട്ടൻ ആലോചിച്ചിരുന്നില്ല. ഞാൻ സ്റ്റാൻലി ജോസഫിന് എങ്ങനെ അദ്ദേഹത്തിന് ഭാര്യ മക്കളും ഉണ്ടോ, അവർക്ക് എന്നെപ്പറ്റി അറിയാമോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുക. അറിഞ്ഞാൽ അവരെന്നെ അംഗീകരിക്കുമോ അങ്ങനെയൊക്കെ നമ്മുടെ അലീന ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നതും അവിടെ താമസിക്കുന്നതും അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുക. അതൊക്കെ കേട്ട് ബാലേട്ടൻ മിണ്ടാതിരിക്കുക. ഞാൻ കാരണം അവിടെ കുടുംബകലഹം ഉണ്ടാവുമോ അങ്ങനെ 100 ചോദ്യങ്ങൾ അലീന ബാലേട്ടനോട് ചോദിക്കുന്നു. എന്തെല്ലാം ഞാൻ ഫേസ് ചെയ്യണോ അച്ഛാ, എന്തെല്ലാം ഞാൻ അനുഭവിച്ചാലാന്നൊക്കെ ഇങ്ങനെ അലീന ചോദിച്ചു. ഒരു വീട്ടിൽ നിന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് ഞാൻ രക്ഷപ്പെട്ട് വരുമല്ലേ എന്ന് അലീന ചോദിച്ചു. ഇനിയും അതിനേക്കാളും വലിയ തീ കൊണ്ടാണോ അവിടെ എന്നെ കാത്തിരിക്കുന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുമ്പം ഞാൻ അതൊന്നും ചിന്തിച്ചില്ല എന്ന് അദ്ദേഹം അന്നേരം അലീനയോട് പറഞ്ഞു. മനഃപൂർവ്വം ഞാനതൊന്നും ചിന്തിക്കാത്തതാ. കാരണം ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ജോലിയല്ല. സ്റ്റാൻലിയെ കണ്ട് ഞാൻ ചോദിച്ചു, തനിക്കൊരു മകളുണ്ട് വേണോ എന്ന്. അലീന ഇങ്ങനെ ദയനീയമായിട്ട് ബാലേട്ടനെ നോക്കുന്നു. അങ്ങനെ ഇതെല്ലാം അയാൾ മറുപടി പറയാൻ 3-4 ദിവസം എടുത്ത കഥയും എന്നിട്ട് പറഞ്ഞു വേണമെന്ന്. ഇതെല്ലാം അലീനയോട് പറഞ്ഞപ്പം അച്ഛൻ അനുഭവിച്ചതുപോലുള്ള വിഷമങ്ങൾ അദ്ദേഹവും അനുഭവിക്കേണ്ടി വരില്ലേ അച്ഛാ എന്ന് അലീന ചോദിക്കുമ്പം ചിലപ്പോൾ വേണ്ടി വന്നേക്കും. അനുഭവിക്കട്ടെ, അയാളല്ലേ ഇതിനെല്ലാം കാരണം, ഇതിലുണ്ടാക്കി വെച്ചതും അയാൾ തന്നെയല്ലേ. അതിൻ്റെ തിക്തഫലം ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, മതിയോ എന്ന് ബാലേട്ടൻ ചോദിക്കുമ്പോൾ അച്ഛൻ അദ്ദേഹത്തോടുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണോ? എനിക്ക് അയാളോട് ദേഷ്യവും ഇല്ല സ്നേഹവും ഇല്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു കാര്യം ഞാൻ അയാളോട് പറഞ്ഞു, നിന്നെ വിഷമിപ്പിക്കരുതെന്ന്. അതൊന്നുകൂടി ഞാൻ അദ്ദേഹത്തോട് പറയും. പിന്നെ നിന്നെ വേണ്ട എന്ന് തോന്നുന്ന നിമിഷം നിന്നെ തിരിച്ചെനിക്ക് ഏൽപ്പിച്ച് തരണമെന്നും. ഇത് ശരിയാവുമോ അച്ഛാ എന്ന് അലീന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുക ബാലേട്ടനോട്. ശരിയാകുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോരണം, നിന്നെ ആരും പൂട്ടിയിടാനൊന്നും പോകുന്നില്ല അവിടെയെന്ന് ബാലേട്ടൻ അലീനയോട് പറയുന്നു. അലീന അപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ കഥ കുറച്ച് ലാഗായിരുന്നു. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.